എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഏവരുടെയും സഹായ സഹകരണത്തോടെ 12-ാം തീയതി എത്രയോ വർഷത്തിന് മുമ്പ് കേരളത്തിൽ നിന്നും അപ്രത്യക്ഷമായ കുറുപ്പിനെ സ്ക്രീനിൽ കൂടി കാണാൻ നമ്മൾ ഒരുങ്ങുകയാണ്. ഈ ഒരു യജ്ഞത്തിന് കേരളത്തിലെ തിയേറ്റർ ഉടമകളുടെ മാത്രമല്ല, പോസ്റ്റർ ഒട്ടിക്കുന്നവർ മുതൽ തിയേറ്റർ ഉടമകൾ വരെയുള്ള ഏകദേശം 10,000 കുടുംബങ്ങളുടെ പ്രാർത്ഥനയും ഈ പ്രവർത്തിക്കുന്നു. മാർച്ച് 12-ാം തീയതി ശ്രീ മമ്മൂക്കയുടെ ചിത്രത്തോടു കൂടി തിയേറ്ററിൽ വൻ ഓളങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ നവംബർ 12-ന് അദ്ദേഹത്തിൻ്റെ മകന്റെ ചിത്രത്തോടുകൂടി വൻ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഈ ഒരു ആഘോഷവേളകളിൽ കേരളത്തിലെ ആഭാരവൃദ്ധം ജനങ്ങളെയും ഞങ്ങൾ തിയേറ്ററുകളിലേക്ക് സഹർഷം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതിനോടൊപ്പം ഇന്നത്തെ യുവതലമുറയിൽ ഈ താരങ്ങളോട് ഒരപേക്ഷ കൂടി. നിങ്ങൾ ഇന്നും അമേരിക്കൻ കോർപ്പറേറ്റുകളോടൊപ്പം ആയിരിക്കരുത്. പകരം നിങ്ങളെ നിങ്ങളാക്കിയ, നിങ്ങളെ താരപദവിയിൽ എത്തിക്കുന്ന കേരളത്തിലെ പ്രേക്ഷക ലക്ഷങ്ങളോടൊപ്പം തിയേറ്ററിൽ കൂടി സിനിമ കാണാൻ കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രേക്ഷകരോടൊപ്പമാകണമെന്ന അഭ്യർത്ഥനയും ഇതിനോടൊപ്പമുണ്ട്. ശ്രീ ദുൽഖറിനോടുള്ള ഒരു അഭ്യർത്ഥന കൂടി, പ്ലീസ് അച്ഛന്റെ പാദം പിന്തുടരും. അതാണ്. താങ്ക് യു. അല്ല, നിങ്ങൾ ഇത് ഇപ്പൊ ഈ സിനിമ കുറിപ്പെത്തുവാണല്ലോ, അതെ, എന്തൊക്കെ ഒരുക്കങ്ങൾ തിയേറ്റർ ഒരുക്കിയിട്ടുണ്ട്? മരക്കാരന് വേണ്ടിയായിരുന്നു ആദ്യം ഒരുങ്ങിയിരുന്നത്. അല്ല, മരക്കാരന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങിയത് 6 മാസത്തിന് മുമ്പാണ്. ഇപ്പോഴും മരക്കാരന് വേണ്ടി ഒരുങ്ങിയതില്ല. ഇപ്പോഴും ഞങ്ങൾ തിയേറ്റർ തുറക്കുന്നതിന് മുമ്പേ കുറിപ്പിന് വേണ്ടിയുള്ള ആഘോഷങ്ങളിലായിരുന്നു. കുറിപ്പിന് വേണ്ടിയാണ് തിയേറ്റർ ഒരുങ്ങിയത് ഇത്തവണ. നേരത്തെ നിങ്ങൾ മരക്കാർ ഉപേക്ഷിച്ചല്ലേ? അല്ല, ഒരു തിയേറ്റർ തുറക്കുന്നതിന് മുമ്പേ മരക്കാരന്റെ പ്രൊഡ്യൂസർ തന്നെ അനൗൺസ് ചെയ്തല്ലോ മരക്കാർ ഇപ്പൊ റിലീസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് മരക്കാരനെ പറ്റിയുള്ള ചോദ്യങ്ങൾ തൽക്കാലം നമുക്ക് ഉപേക്ഷിക്കാം. നമുക്ക് കുറിപ്പിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കാം. ഈ മരക്കാർ പോലെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ നിന്ന് പിന്മാറി OTT-യിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ എന്ത് പ്രതീക്ഷിച്ചാണ് കുറിപ്പ് എന്നൊരു ചിത്രം, ഏത് പ്രതീക്ഷയിലാണ് നിങ്ങൾ തിയേറ്ററിൽ എത്തിക്കുന്നത്? മരക്കാർ എന്ന് പറഞ്ഞൊരു ചിത്രം ഭയങ്കര ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ്. നമ്മള് കുറിപ്പ് ഒരിക്കലും അതായിട്ട് ഞങ്ങൾ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷെ കുറിപ്പ് എന്ന് പറയുന്ന പടത്തിന് വേറെ അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്, അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പൊ അതിൽ ആ ഒരു പ്രൊഡക്റ്റിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അത് തിയേറ്ററിൽ ഇറക്കാനുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇതൊന്ന് ബിസിനസ് നടത്തിയതാണ്, നിങ്ങളൊരു OTT-യിൽ വിറ്റതാണല്ലോ ഈ സിനിമ. അതെ, പിന്നെ മമ്മൂക്കാടെ ഒരു ഇടപെടലാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് വന്നതെന്ന് നിങ്ങൾ തന്നെ പറയുകയുണ്ടായി. ഞാനിത് മുന്നേ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് OTT-ന്ന് ഡയറക്ട് ബിസിനസ് വന്നായിരുന്നു. പക്ഷെ നമ്മള് മമ്മൂട്ടി സാർ ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളടുത്ത്, ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. ഇപ്പൊ വളരെ ലാർജ് ക്യാൻവാസിൽ എടുക്കുന്ന മൂവി നമ്മൾ OTT-യിൽ കണ്ടാല് പലപ്പോഴും അതിനൊരു ന്യായീകരണം ഉണ്ടാവത്തില്ല. നമ്മൾ കണ്ടിട്ട് നമ്മൾ പറയുന്നത് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും നല്ല ഭംഗിയായിരുന്നു തന്നെയാണ്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇത് തിയേറ്ററിൽ വരേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണെന്ന് ഞങ്ങളുടെ വിശ്വാസം. ലാഭമൊന്നും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് സിനിമ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുക, ലാഭം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തിയേറ്ററിലുള്ള ആളുകൾ എത്തും. അതിന് പോസിറ്റീവായിട്ട് ഞങ്ങൾ റെസ്പോൺസും കണ്ടു തുടങ്ങി. ഞങ്ങൾ 10 ദിവസം മുന്നേ പ്രീ ബുക്കിംഗ് തുടങ്ങി. പല സെന്റേഴ്സിലും ഫുൾ ഹൗസ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ആർക്കാണ് സെറ്റ് ചെയ്യാം. ദുൽഖർ ഇത്രയധികം ഗെറ്റപ്പിൽ വരുന്നത്, ഒരു ചിത്രത്തിൽ ഒരു ക്യാരക്ടറായിട്ട് തന്നെ വരുന്നത് ആദ്യമായിട്ടാണല്ലോ. ഒരു 84-ലെ മാനസും ഒക്കെ കീപ്പ് ചെയ്യുന്നത് എങ്ങനെയുണ്ട് ഒരു ക്യാരക്ടറായിട്ട്? അല്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആദ്യം എല്ലാവർക്കും നമസ്കാരം സാർ. ഇതൊരു ലേറ്റ് 60s തുടങ്ങിയിട്ട് 70s 80s അത്രയും കാലഘട്ടങ്ങളിൽ കടന്നു പോകുന്ന സിനിമയാണ്. പിന്നെ അതുപോലെ ഒരുപാട് വേഷങ്ങളും അല്ലെങ്കിൽ ഗെറ്റപ്സിനൊക്കെ വരുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെതായ എന്താ പറയുക, അതിൻ്റെ റൈറ്റിങ്ങിലും ഒക്കെയാണ് നമുക്ക് അത്രയും എക്സ്പീരിയൻസ്. എനിക്ക് തന്നെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അത്. അതുപോലത്തെ വേഷം ധരിക്കുകയും അല്ലെങ്കിൽ ഈവൻ ആ ഒരു പീരിയഡ് ബുക്കിലോട്ട് പോയാൽ ഞാൻ ഓൾമോസ്റ്റ് ഒരുപാട് മുടി വളർത്തിയും വേറെ പഠനം നിർത്തുകയൊക്കെ ചെയ്തായിരുന്നു ആ സമയത്ത്. പക്ഷെ അതെല്ലാം അതിൻ്റെ റിസൾട്ട് എനിക്ക് തോന്നുന്നു സ്ക്രീനിൽ ഉണ്ടാവും തോന്നുന്നു. നിങ്ങൾ കണ്ടിട്ട് പോകണം.
ആൻഡ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ദുൽഖർ സൽമാൻ ഈ ഇത്രയും ആക്രമണ സ്വഭാവമുള്ള കുറുപ്പിന്റെ കഥാപാത്രം അവതരിപ്പിക്കുന്നു. സോ ഞങ്ങളുടെ ഡിക്യു അത്രയും ഒരു ക്രൂരനാകുമോ എന്നുള്ളൊരു പേടി ഇപ്പോഴും പല ഫാൻസിനും ഉണ്ട്. അങ്ങനെ ഒരു ക്രൂരനാകുമോ ഡിക്യു? എന്തായാലും എന്താ പറയുക, ക്യാരക്ടറിനോട് നമ്മൾ നീതി പുലർത്തിയിട്ട് കാര്യമുള്ളൂ. സോ അതെനിക്ക് ഒരു അതിന്റെ ട്രൂ അല്ലെങ്കിൽ സത്യമായിട്ട് തന്നെ ആയിരിക്കും അത് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന പടത്തിന്. പിന്നെ കുറച്ച് സ്റ്റൈലും ഫ്ലെയർ ഒക്കെ ഉണ്ടാവും. അതിന്റെ അഭിപ്രായത്തിൽ ഓൾമോസ്റ്റ് ഏതൊരു കോൺമാനോ അല്ലെങ്കിൽ അങ്ങനെ ഇതുപോലെ എന്താ പറയാ, എല്ലാ ആളുകളും സ്റ്റൈലുണ്ടോ? എല്ലാവരും അല്ല. ഐ തിങ്ക് ഇപ്പൊ നമ്മൾ ഏതൊരു ക്രൈം ഡോക്യുമെന്റ് എടുത്ത് നോക്കിയാലും ഇതുപോലെ ആൾക്കാരെ പറ്റിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇത് വളരെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അതുപോലൊരു ഫ്ലെയർ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. പിന്നെ കുറിപ്പിനെ കുറിച്ച് നമ്മൾ ചെയ്ത എല്ലാ റിസർച്ചിലും അതുപോലത്തെ ഒരു വ്യക്തിയായിരുന്നാണ് നമ്മുടെ അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും നാട്ടിലെല്ലാവരും ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വസ്ത്രങ്ങൾ അതിനെക്കുറിച്ചൊക്കെ നാട്ടിലെല്ലാവരും സംസാരിച്ച രീതിയിൽ. അപ്പൊ അതെനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റൈലിസ്റ്റായാലും പ്രവീൺ വർമ്മയായാലും അല്ലെങ്കിൽ ശ്രീനാഥാണ് നമ്മളെല്ലാവരെയും മനസ്സിൽ അങ്ങനെയാണ് അത് വിഷ്വലൈസ് ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഭയങ്കര ഹീറോയൊക്കെ ആയിട്ടോ അങ്ങനെ തോന്നുന്നതായിരിക്കും. പക്ഷെ പടം കാണുമ്പോൾ ഹോപ്പ്ഫുള്ളി അങ്ങനെ തോന്നില്ല. കഥാപാത്രത്തിനൊരു ഗ്ലോറിഫിക്കേഷൻ, അതായത് സ്വാഭാവികമായിട്ടും ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്, അതിനൊരു ഗ്ലോറിഫിക്കേഷൻ സിനിമയിൽ കൂടി ഉണ്ടാകുമെന്ന് ഇല്ല, അത് ഉണ്ടാവുന്നത് തന്നെയായിരുന്നു ഞങ്ങളുടെ എല്ലാവരെയും എന്താ പറയുക ഏറ്റവും വലിയ പ്രയോറിറ്റി. അതിനായിട്ട് ഒരുപാട് തവണ നമ്മളത് എഡിറ്റ് ചെയ്യും അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലാണ് ഞങ്ങൾ എല്ലാവരും ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷെ ഓഫ്കോഴ്സ് ഇതൊരു വലിയ ബഡ്ജറ്റ് സിനിമയും കൂടിയാണ്. അപ്പൊ അത് ആൾക്കാർക്ക് എന്റർടൈൻമെന്റും കൂടി ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ സിനിമ കാണുമ്പോൾ അങ്ങനെ നമ്മൾ ഗ്ലോറിഫൈ ആയിട്ട് പോകുന്നില്ല. ഈ ചാക്കോയുടെ മകൻ ജിതിൻ ചിത്രം കണ്ടതിന് ശേഷം പറഞ്ഞത് എന്താ, പുറം ലോകം അറിയാത്ത പല കഥകളും കുറിപ്പിനെ കുറിച്ച് ഈ ചിത്രത്തിൽ ഉണ്ടെന്നാണ്. പുള്ളി 2 പ്രാവശ്യം കണ്ടു എന്നാണ് പറഞ്ഞത്. എഡിറ്റിങ്ങിന് മുമ്പും പിന്നീട് അതിനുശേഷം കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പം അത്തരത്തിലുള്ള സസ്പെൻസുകൾ ഈ ചിത്രത്തിലുണ്ടോ? പുറം ലോകം അറിയാത്ത വാർത്ത പ്രാധാന്യം ഇല്ലായിരുന്ന പല കഥകളും കാര്യങ്ങളും. ഞങ്ങൾ ആക്ച്വലി സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയ കൺസീവ് ചെയ്യുന്നതിൽ ഫാമിലിയായിട്ട് ബന്ധപ്പെടുകയും അവരെ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് അവരെ കാണിക്കുകയും അവർ അപ്രൂവലൊക്കെ എടുത്തിട്ട് തന്നെയാണ് പടം മുമ്പോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിന്റെ റൈറ്റേഴ്സ് ആയാലും ആരാണെങ്കിലും നമ്മളിപ്പോൾ ഇതിന്റെ ഒരു ഡെപ്തിലോട്ട് കടക്കുമ്പോഴത്തേക്കും ഒരുപാട് കഥകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു ബയോപിക് പോലത്തെ സിനിമയാണ്. അത്രയും ഡീറ്റെയിൽസോട്ട് പോയിട്ടുണ്ട്. ഒരുപാട് കാലഘട്ടങ്ങളുണ്ട്, ഒരുപാട് ഏജസ് ഉണ്ട്. അപ്പൊ അതെല്ലാം ഭംഗിയായിട്ട് എന്താ പറയാ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ആൻഡ് സുകുമാരക്കുറുപ്പ് എന്ന് പറയുമ്പോൾ പിടികിട്ടാ പുള്ളിയാണ്, ആർക്കും പിടി കൊടുക്കാത്ത മനുഷ്യനാണ്. അപ്പോ ഈ കുറുപ്പ് ഗ്രൂപ്പില് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനാണോ സുകുമാരക്കുറുപ്പ് പിടി കൊടുത്തിരിക്കുന്നത്? അത് ഞങ്ങൾ സിനിമ കാണും. പക്ഷെ ഉറപ്പായിട്ടും ഇത് കേട്ട കഥകളും പിന്നെ കുറച്ച് നമ്മൾ ഒബ്വിയസ്ലി ഫിക്ഷനും ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിനിമ നമുക്കൊരു വൈഡ് ഓഡിയൻസ് അല്ലെങ്കിൽ എല്ലാവരും എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സിനിമ ഫുള്ളായിട്ട് കൺസീവ് ചെയ്തിരിക്കുന്നത്. സോ എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് എ ഗുഡ് എന്താ പറയുക ഒരു മിക്സ് ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിക്ഷൻ. പിന്നെ ഈവൻ ഒരു സെൻസർ ലെവലിൽ നമ്മൾ എക്സാക്ട് നെയിംസ് അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ചൊരു സിനിമാറ്റിക് ലൈസൻസ് എന്ന് തോന്നുന്നു. എന്തായാലും പക്ഷെ ഇതൊരു സിനിമയായിട്ട് കാണുന്നതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. നമുക്ക് ചിത്രം കണ്ടു എന്ന് പറഞ്ഞു, നമുക്കിടെ റിവ്യൂ എന്താണ്? പൊതുവെ അങ്ങനെ റിവ്യൂസ് ഒന്നും പറയാത്ത ആളാണ്. പക്ഷെ ഇതൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത് തന്നെയാണ്. ഇൻഫാക്ട് ഈവൻ നമ്മളൊരു OTT റിലീസ് ഡിസ്കഷൻ നടക്കുമ്പോഴും ഇത്രയും വലിയ ബഡ്ജറ്റുള്ള സിനിമയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ സിനിമയാണ്. പിന്നെ ഇത്രയും ഈ നമ്മളെല്ലാവരും ഇൻഫാക്ട് ഞാൻ മാത്രമല്ല ഇൻഡസ്ട്രിയിലെ എല്ലാവരും കോവിഡിന് മുന്നേ നമ്മളെല്ലാവരും എന്താ പറയുക വലിയ രീതിയിലാണ് ചിന്തിച്ചത്. ആരാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ മേക്കേഴ്സും എല്ലാവരും വലുതായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക നാഷണലിയും ഇന്റർനാഷണലിയും ഒക്കെ നമ്മുടെ സിനിമ വലുതാക്കണം, ബഡ്ജറ്റ്സ് കൂട്ടണം, കൂടുതൽ തിയേറ്റേഴ്സിൽ പ്രദർശിപ്പിക്കണം, അതൊരു അത്രയും ഓഡിയൻസ് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ വലിയ സിനിമകൾ ചെയ്യണം എന്നുള്ളൊരു ചിന്തയാണ് ആ സമയത്ത് എല്ലാവരും. പൊതുവെ ഇപ്പോൾ സിനിമകളെല്ലാം കൂടുതലായിട്ട് OTT പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നത്. നിങ്ങളെപ്പോലത്തെ ഈ സിനിമ OTTയിൽ വിൽപ്പന നടത്തുകയും പിന്നീട് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. നിലവിലെ ഈ സാഹചര്യം OTTയുമായി ഈ സിനിമ പോകുന്നതായിട്ട് എന്താണ് താങ്കളുടെ അഭിപ്രായം?
ഇപ്പൊ ഈ ഇങ്ങനത്തെ ഒരു OTT ചർച്ച നടക്കുന്നത് തന്നെ എനിക്ക് മെയിൻലി ഈ 2 കൊല്ലം കോവിഡ് പാൻഡമിക് കാരണമാണ്. കാരണം അതിന് മാത്രം ഇൻട്രസ്റ്റ് കോസ്റ്റും നമ്മൾ ഈ പടങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും അത് വെറുതെ അവിടെ ഇരിക്കരുത്. നമ്മൾ ഈ ഫണ്ടുകൾ എല്ലാവരും റേസ് ചെയ്യുന്നതാണ്. ആരുടെയും ഇത്രയും വലിയ ബഡ്ജറ്റുള്ള സിനിമകൾ നമുക്ക് തന്നെ ചെയ്യാനുള്ള ഫണ്ട്സ് ഉണ്ടാവും. അപ്പൊ ഈ ഫണ്ട്സിനൊക്കെ ഒരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് ഇത്രയും 2 കൊല്ലമായിട്ട് ഈ എല്ലാ പ്രൊഡക്ഷൻ ഹൗസസും നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന എല്ലാ സിനിമകളുടെയും പ്രൊഡക്ഷൻ ഹൗസസ് എല്ലാ മാസവും ഇൻകർ ചെയ്യുന്ന ഒരു എക്സ്പെൻസ് ആണ്. അതിൽ ഇങ്ങോട്ടൊന്നും വരാതായിട്ട് ഇപ്പോൾ ഒരുപാട് നാളായി. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ ഓഫ്കോഴ്സ് നമ്മൾ എങ്ങനെയെങ്കിലും ഇത് സേഫ് ആക്കണം, അല്ലെങ്കിൽ അങ്ങനെ ചിന്ത വരുമ്പോഴാണ് നമുക്കിപ്പോൾ എല്ലാ ഓപ്ഷൻസും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പറ്റുള്ളൂ. അല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലത്തെ വലിയ സിനിമകൾ ആർക്കും OTT കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹമില്ല. എല്ലാവരും ഇത് കൺസീവ് ചെയ്ത് ഇപ്പോൾ നമ്മൾ മേക്കേഴ്സ് ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും നമ്മളെല്ലാവരും ഇവർക്ക് ഒരു എൻ്റെ DOP നിമേഷോട് ചോദിച്ചാൽ പോലും അവർ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തിയേറ്റേഴ്സിന് വേണ്ടി ചെയ്യുന്നത് ഇറ്റ്സ് ഡിഫറെൻറ്റ് എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് എല്ലാ രീതിയിലും. അതിൻ്റെ DI ആണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ അത് തന്നെ ഇപ്പോൾ OTT-യിലൂടെ നമ്മൾ തിരിച്ച് ചെയ്യുന്നെങ്കിൽ തന്നെ അത് ഫുൾ നമ്മൾ മാറ്റണം. അതും ഒരു ആഡ് എക്സ്പെൻസ് ആണ്. പക്ഷെ എങ്ങനെ പോയാലും നമ്മളൊരു വലിയ സ്കെയിലിൽ ഷൂട്ട് ചെയ്യുന്ന പടം, അല്ലെങ്കിൽ വലിയ ഭയങ്കര വൈഡ്സിൽ നമ്മൾ ഇത്രയും വലിയ സെറ്റ് വർക്കും ഇത്രയും ആർട്ടിസ്റ്റുകളും ഇത്രയും ഇതെല്ലാം നമ്മൾ കാണിക്കുന്നത് വലിയ രീതിയിലാണെങ്കിൽ അത് ഒരിക്കലും ഒരു ചെറിയ സ്ക്രീനിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ ഓഫ്കോഴ്സ് എന്തായാലും ഇപ്പോൾ ചെറിയ സിനിമകൾ അല്ലെങ്കിൽ അങ്ങനത്തെ പടങ്ങളൊക്കെ നമുക്കൊരു ഇനി മുമ്പോട്ട് അങ്ങനെ ഉണ്ടാവും. വിൽ ബി OTT സിനിമകൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് വേറെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ വലിയ സിനിമകൾ അല്ലെങ്കിൽ തിയേറ്റേഴ്സിൽ കാണുന്ന സിനിമകൾ ഓൾവേസ് തിയേറ്റേഴ്സ് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഘട്ടത്തിലായിരിക്കും നമ്മളെല്ലാവരും OTT എക്സ്പ്ലോർ ചെയ്തു. പക്ഷെ എല്ലാവരെയും അതിന് എനിക്ക് 100% ഉറപ്പുണ്ട്, എല്ലാവരെയും ആഗ്രഹം തിയേറ്റേഴ്സ് തന്നെ കളിക്കണമെന്നാണ്. കാരണം തിയേറ്റേഴ്സിന് വേണ്ടി കൺസീവ് ചെയ്ത സിനിമകളാണ് ഇത്. വാക്സിനേഷൻ വേണം, കുട്ടികൾക്ക് വാക്സിനേഷൻ അല്ല, കുട്ടികൾ തിയേറ്ററിലേക്ക് എത്താനുള്ള സാധ്യതകളാണ്. ഫാമിലി ഓഡിയൻസ് തിയേറ്ററിലേക്ക് വരാൻ ഇത് ബോധപൂർവ്വം റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നതാണോ? എന്തായാലും ഈ സിനിമയ്ക്ക് നമുക്ക് റിസ്ക് ഉണ്ട്. അത് ഞാനത് എങ്ങനെ ഷുഗർ കോട്ട് ചെയ്തിട്ടും കാര്യമില്ല. നമുക്ക് അത്യാവശ്യം വലിയ റിസ്ക് തന്നെ പടത്തിലുണ്ടാവും. പക്ഷെ അതൊരു ആ റിസ്ക് എടുക്കാമെന്ന് തന്നെയാണ് ഞങ്ങൾ ആസ് പ്രൊഡ്യൂസേഴ്സും ഞങ്ങളെല്ലാവരും തീരുമാനം. കാരണം എങ്ങനെ പോയാലും ഇതൊരു തിയേറ്ററിക്കൽ സിനിമയാണ്. അത് പിന്നെ അതൊരു വിശ്വാസമുണ്ട്. നമ്മളിപ്പോൾ കോവിഡിന് മുമ്പും അല്ലെങ്കിൽ ഇതുപോലത്തെ റെസ്ട്രിക്ഷൻസിന് മുമ്പും നമ്മൾ ആര് വലിയ സിനിമ ചെയ്താലും അല്ലെങ്കിൽ ഒരു OTT ബിസിനസ് വരുന്നതിന് മുമ്പും എല്ലാവരും പണ്ട് റിസ്ക് എടുക്കുമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഉള്ളൂ, നമ്മളിപ്പോൾ ഇനി ആ റിസ്ക് എടുത്തേ പറ്റൂ. പക്ഷേ ദൈവം സഹായിച്ച ഐ തിങ്ക് എല്ലാവർക്കും പടം ഇഷ്ടപ്പെടും. മാക്സിമം ആൾക്കാർ കയറുമെന്ന് കരുതുന്നത്. എന്തായാലും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് പടമുണ്ട്. അതുപോലെയുള്ള മേക്കിങ്ങുമാണ്, അതുപോലുള്ള എല്ലാ തരം സപ്പോർട്ടും സൗണ്ട് പരമായും ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ റിസ്ക് എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ ഒരു എഫേർട്ടാണെങ്കിലും നമ്മുടെ ഉദ്ദേശങ്ങളാണെങ്കിലും നല്ല സിനിമ ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ അതിന് എന്താ പറയുക ഒരു പ്രയോജനം കിട്ടുമെന്ന് തോന്നുന്നു. സിനിമയാണെന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും എനിക്കത് ഞാനിങ്ങനെ ഈ സിനിമ ചെയ്യുന്നവരെ ഒരു കൊല്ലത്തെ വേറൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ ഒരു സിനിമയിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾമോസ്റ്റ് 5-6 സംസ്ഥാനങ്ങളിൽ പിന്നെ മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി ഷൂട്ട്. അപ്പോൾ അതിന്റെ ഫിസിക്കൽ എഫേർട്ട് തന്നെ വലുതാണ്. അപ്പോൾ ഈ ഈവൺ ഇൻ ടേംസ് ഓഫ് ഒരു ബഡ്ജറ്റ് ഇപ്പം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തില്ലായിരുന്നെങ്കിലും ഇതുവരെ ഞാൻ ചെയ്ത സിനിമകളിലേക്ക് വെച്ചിട്ട് എൻ്റെ ഏറ്റവും എക്സ്പെൻസീവ് ആണ്. ദുൽഖർ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ കാണേണ്ട സിനിമകൾ തിയേറ്ററിൽ തന്നെ നൽകണം എന്നാണ് താങ്കളുടെ അഭിപ്രായം. ഇനിയുള്ള കാലഘട്ടത്തിൽ താങ്കളുടെ ഒരു സിനിമ OTT-ലേക്ക് എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുമ്പോൾ തിയേറ്ററിൽ മാത്രം അങ്ങനെ 2 ആയിട്ട് തിരിച്ചു കാണും. താങ്കളൊരു സിനിമ എടുത്താൽ ഒരു പ്രതിസന്ധി വന്നാൽ ഇനി OTT-ലേക്ക് നൽകും. ഞാൻ എന്താ പറയുക, ഞാൻ ഈ പീരീഡിൽ ഞാനൊന്നും അങ്ങനത്തെ സിനിമ ചെയ്തിട്ടില്ല. പക്ഷേ നമുക്കൊരു ചില കഥകൾ പോലെ ഇരിക്കും. ചില സിനിമകൾ നമ്മൾ ഇപ്പോൾ മുമ്പ് നമ്മൾ മൾട്ടിപ്ലക്സ് എന്ന് പറഞ്ഞ സിനിമകളിൽ ചിലപ്പോൾ ഐ തിങ്ക് OTT-യിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര സീരിയസോ ഡാർക്ക് ആയിട്ട് സിനിമകൾ ചിലപ്പോൾ നമുക്കൊരു മൂഡോടെ കാണുന്ന സിനിമകളൊക്കെ എനിക്ക് ചിലപ്പോൾ OTT-ക്കായിരിക്കും കൂടുതൽ ആപ്റ്റ്. അത് മാത്രമല്ല ഇപ്പൊ തന്നെ എന്തായാലും ഒരു വലിയൊരു 2 കൊല്ലത്തെ ബാക്ക്ലോഗ് സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങാൻ വന്നിട്ടുണ്ട്. ഒരു ചെറിയ പെർസെന്റേജ് എന്തായാലും അങ്ങോട്ട് പോകുന്നതായിരിക്കും.
ആൻഡ് ഈ കുറുപ്പ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് പല കഥാപാത്രങ്ങളായിരുന്നാലും അദ്ദേഹത്തിന്റെ ജീവിതം പല കാര്യങ്ങളും ഇപ്പോഴും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മളിപ്പം കുറുപ്പ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും പല താരങ്ങളുടെയും പേര് ഇപ്പം ആക്ച്വലി DQ, അതുപോലെ തന്നെ സണ്ണി ആൻഡ് ദെൻ ഷൈൻഡോ ചാക്ക, അങ്ങനെ കുറച്ച് പേരുടെ ഇവരാണ് അഭിനയിക്കുന്നത് മാത്രമേ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ വേറെ സസ്പെൻസ് സിനിമ കാണുമ്പോൾ വേറെ താരങ്ങൾ അതിനകത്ത് ഉണ്ടാകുമോ, പ്രത്യേകിച്ച് ഒരു കുറുപ്പിന്റെ ചിത്രമാകുമ്പോൾ? ഞാനിപ്പോ നമ്മൾ ഇത്രയും വലിയൊരു സിനിമ നമ്മൾ തിയേറ്ററിൽ തുറക്കാൻ പോകും. ഞാനിതൊരു സസ്പെൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെളിപ്പെടുത്തിയപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ എന്റെ എൻജോയ് ചെയ്യും. അതുകൊണ്ട് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ഹോപ്പ്ഫുള്ളി ഒരുപാട് സർപ്രൈസസ് ഉണ്ടാവും. ഒരു രീതിയിൽ നമ്മൾ എങ്ങും കോംപ്രമൈസ് ചെയ്യാത്ത സിനിമയാണ്. എല്ലാ വിധത്തിലും ഒരുപാട് പ്രാവശ്യം നമ്മൾ കാണുകയും എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യണം, അതിനും എഫേർട്ട് എടുക്കുകയും എല്ലാം ചെയ്ത സിനിമയാണ്. ഇപ്പോൾ ഞങ്ങളെല്ലാവരെയും വിശ്വാസം അതിന്റെ പടത്തിന്റെ ഒരു ബെസ്റ്റ് വേർഷനാണ് ഇപ്പം നിൽക്കുന്നത്. അതെന്തായാലും തിയേറ്ററിൽ തന്നെ എൻജോയ് ചെയ്യണം. എന്തായാലും ഒരുപാട് ഒപ്പീനിയൻസ് ഉണ്ടാവും, ചർച്ചകൾ ഉണ്ടാവും. കാരണം ഇതുപോലത്തെ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട്, ഇതുപോലത്തെ ഒരു വ്യക്തിനെ കുറിച്ചായതുകൊണ്ട് പക്ഷെ കൂടുതലും പോസിറ്റീവ് ആയിരിക്കുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. നമുക്ക് ആദ്യമായിട്ടാണ് തോന്നുന്നത് ഒരു ട്രെയിലർ, സിനിമയുടെ ട്രെയിലർ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് ഷെയർ ചെയ്യാൻ നിമിഷം നേരം തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ഒരു ട്രോളുകൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിനെക്കുറിച്ച് നമുക്കറിയാതെ ഫോൺ അടിച്ച് വാങ്ങിച്ചതാണ്. അല്ല, ഇത്തവണ ഞാൻ സാധാരണ എന്താ പറയുക, ആരെയും അങ്ങനെ റിക്വസ്റ്റ് ചെയ്താണ്. പൊതുവെ എൻ്റെ സിനിമകൾ ഒറ്റയ്ക്ക് ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇത് ഇത്രയും വലിയ സിനിമയും ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ കോവിഡിന് ശേഷം വരുന്ന ആദ്യത്തെ സിനിമയും കൂടി ആയതുകൊണ്ട് ഞാൻ മാക്സിമം ആൾക്കാരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം. എന്റെ വീട്ടിൽ തന്നെ, സ്വന്തം നാട്ടിൽ തന്നെ പ്ലീസ് ഈ പടം ഞാൻ ഫോൺ എടുക്കണേ എന്ന് ഞാൻ തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. അപ്പൊ ട്രോളിൽ കറക്റ്റായിരുന്നു. ചരിത്രത്തോട് യഥാർത്ഥത്തിൽ ഈ കുറുപ്പെന്നൊരു കഥ യഥാർത്ഥത്തിൽ ഭയങ്കര ഹോട്ട് സബ്ജക്റ്റ് ആയ കുറ്റാന്വേഷണ കഥയാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ ഹോട്ടായി നിന്ന ഒരു സബ്ജക്റ്റാണ്. ഇന്നും കുറുപ്പെന്ന് പറയുന്നത് എല്ലാവരും ഒന്നും കൂടെ വായിച്ചു നോക്കുന്ന അർത്ഥത്തിലേക്ക് വരും. എത്രത്തോളം എന്താണ് ചരിത്രത്തോട് നീതി പുലർത്താൻ കഴിഞ്ഞു എന്ന് തോന്നുന്നു? പറഞ്ഞ പോലെ തന്നെ ശ്രീനാഥ് ഇതിനോടുള്ള ഇപ്പൊ നമ്മളെല്ലാവരും എൻ്റെ ചെറുപ്പത്തിൽ മുതൽ നമ്മൾ കേൾക്കാം അല്ലെങ്കിൽ അറിയാവുന്ന ഒരു കേസാണ്. ഓൾമോസ്റ്റ് നമ്മൾ ഒരുപാട് സിനിമകളിൽ ഇതിനെ കുറിച്ച് ഒരു ലൈനെങ്കിലും റെഫറൻസ് ഉണ്ടോ. അപ്പൊ നമ്മൾ സെക്കൻഡ് ഷോ ചെയ്യുന്ന സമയം മുതലേ അന്ന് എന്നെ ഉദ്ദേശിച്ചാണോ എനിക്ക് തോന്നുന്നില്ല. എന്നെപ്പോഴും മനസ്സിലാക്കാൻ പക്ഷേ അത് എൻ്റെ ലൈഫിലെ ഡ്രീം പ്രോജക്ട് സുമാർക്കുറിപ്പാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും അന്ന് മുതലേ ഉള്ള അതിനോടുള്ള റിസർച്ചും അതിനോടുള്ളൊരു ഒബ്സെഷനാണ് ശ്രീനാഥിന്റെ. പിന്നെ ഇതിന്റെ റൈറ്റേഴ്സ് ആണെങ്കിലും പക്ഷെ നമ്മളിങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്യുന്നത് ഒരുപാട് പേര് കേട്ടപ്പോൾ തന്നെ നമ്മൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ വന്നു തുടങ്ങി. ഓൾമോസ്റ്റ് ഈ കേസ് നടക്കുമ്പോൾ ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്ന പറയുന്ന ഒരുപാട് പേര് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസുകളും അല്ലെങ്കിൽ അവർ കേട്ട കഥകളും ഒക്കെ ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കേട്ടു. അപ്പൊ അതിൽ മാക്സിമം എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റിയ എപ്പിസോഡ്സും കഥകളൊക്കെ പടത്തിലുണ്ട്. സോ എന്തായാലും ഒരു മേജർ പോയിന്റ് വരെയുള്ള നമ്മൾ അത്രയും റീസേർച്ചും ചെയ്തിട്ടുള്ള കഥയിൽ തന്നെയാണ്. പക്ഷെ ആ സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊണ്ട് കുറച്ച് ഫിക്ഷനുണ്ട്. ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ആണെന്ന് എൻ്റെ വിശ്വാസം. ഒരു ഫോക്ക് സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാര്യങ്ങളെക്കുറിച്ച് പോലെ പതിഞ്ഞു കിടക്കുന്നൊരു കഥാപാത്രം ഇത് ചെയ്തു വരുമ്പോൾ താങ്കളാണ് ലീഡ് ആൾ ചെയ്യുന്നത്. ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ആളെക്കുറിച്ച് താങ്കളുടെ മനസ്സിലൊരു പിക്ചർ വരുന്നത് വളരെ കൂടുതലായ അല്ലെങ്കിൽ എന്താണ് ഈ കഥാപാത്രത്തിനോട് താങ്കൾക്ക് തോന്നിയത്? ഞാനിപ്പോ ഇത് കുറച്ച് കാര്യങ്ങൾ സിനിമ കണ്ടിട്ട് തന്നെ എക്സ്പീരിയൻസ്. ഞാനിപ്പോ ഇയാൾ ശരിയാണ് തെറ്റാണെന്നൊന്നും ഞാനിവിടെ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് പടം കാണും. പക്ഷെ എന്തോ അറിഞ്ഞോ അറിയാതെ ഈ ഫുൾ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ക്രൈം ഡോക്യുമെന്ററീസും അതുപോലത്തെ ഉള്ള റിയൽ ലൈഫ് ക്രിമിനൽസിനെ കുറിച്ചുള്ള കഥകളൊക്കെയാണ്. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നി നമ്മുടെ പടം ശരിക്കും ആ ഒരു രീതിയിലൊക്കെയാണ് പോയിരിക്കുന്നത്. എങ്ങനെ പോയാലും ഈ അതുപോലത്തെ ഉള്ള കോൺ ആർട്ടിസ്റ്റുകളാണെങ്കിലും മേർഡേഴ്സ് ഒക്കെ ആണെങ്കിലും അവർക്കൊരു സെർട്ടൻ ചാമുണ്ടാവും. അല്ലാതെ അവർക്ക് ആരെയും എന്താ പറയാ ആകർഷിപ്പിക്കാൻ കഴിയില്ല. ഒരു വിക്ടം ആണെങ്കിലും അവർക്ക് എത്തിപ്പെടാനും സംസാരിക്കാനൊക്കെ ഉള്ള ഒരു പേഴ്സണാലിറ്റി എപ്പോഴും ഇതുപോലത്തെ ഉള്ള വ്യക്തികൾക്കുണ്ട്. അപ്പൊ നമുക്കും ആദ്യം പേരുണ്ടാകും നമ്മൾ കുറിപ്പ് ഓവറി സ്റ്റൈലൈസ് ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ചാമിങ് ആയിരിക്കും അങ്ങനെ തോന്നും. പക്ഷെ എനിക്ക് ഞാൻ ഓൾമോസ്റ്റ് കണ്ട എല്ലാത്തിലും ഈ ഒരു ഫാക്ടർ കോമൺ ആണ്. എങ്ങനെ പോയാലും ഈ ക്യാരക്ടർ അങ്ങനത്തെ ക്വാളിറ്റീസ് ഉണ്ടാവും.
പിന്നെ എന്തായാലും ക്ലോറിഫൈ ചെയ്തിട്ടില്ല. ഹലോ ചെക്ക്. And ഉണ്ടാവും. അതിപ്പോ ഞാൻ പറഞ്ഞത് അത് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അങ്ങനെ ആയിരിക്കും. ഈ കുറുപ്പിന്റെ ഇവിടെ ഇരിക്കുന്ന പ്രസ് മീറ്റില് കുറുപ്പിന്റെ ആൾക്കാർ ആരെങ്കിലും കൈതല്ലി പൊടിച്ച ആളാണോ ഇവിടെ ഇരിക്കുന്ന സണ്ണി ലൈൻ? അദ്ദേഹം കയ്യിലൊരു പ്ലാസ്റ്റിക് എന്ത് പറ്റി തരത്തിലെ കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? എന്റെ കഥാപാത്രത്തിനേക്കാളും ഇമ്പോർട്ടൻസിനെക്കാളും കൂടുതൽ പിടികിട്ടാൻ പുള്ളിയെ കുറിപ്പ് കൊടുത്തുന്ന എന്റേത്. എനിക്ക് ഈ സിനിമ എന്ന് പറയുന്നത് എന്താ പറയാ, ഒരുപാട് കാലത്തിന് ശേഷം അല്ലെങ്കിൽ എനിക്ക് ദുൽഖറിന്റെ കൂടെ എപ്പോഴും സിനിമയിൽ സ്ക്രീൻ സ്പേസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ശ്രീനാഥിന്റെ സിനിമ അല്ലെങ്കിൽ എല്ലാവരും വീട്ടിലുണ്ട്, വീടിന്റെ പള്ളിക്കൊന്നേ, പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഇതിനകത്ത് തന്നെയാണ്. അപ്പം അതുകൂടെ ഒരു എന്താ പറയുക, കുറുപ്പിന്റെ ഒരു കാലഘട്ടത്തിലുള്ള ഒരു കഥാപാത്രമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. അവർ ഡിസൈൻ ചെയ്തിട്ടില്ല. അത് ഞാൻ കുറച്ച് കൂടുതലൊരു ഒരു നരേഷൻ കൊടുത്തിട്ടില്ല. പക്ഷെ സിനിമയിൽ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോർഷനായിരിക്കും. അപ്പോൾ അത് ചെയ്യാൻ പറ്റി. ഒരുപാട് സന്തോഷം എല്ലാ രീതിയിലും. എനിക്ക് കഴിഞ്ഞ പടത്തില് ഒരു രീതി അതിനൊരു ഫൈൻ സീക്വൻസിനെ പറ്റിയത് പിന്നെ ചിലപ്പോൾ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം. നമ്മൾ ഒരുപാട് എഗ്രിമെന്റുമായിട്ട് ഒരിക്കലും ഈ ചിത്രത്തിന്റെ പുറകെ നടക്കേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. സസന്തോഷം ഇതിന്റെ മുന്നിൽ പ്രവർത്തിച്ചവരെല്ലാം സിനിമ തിയേറ്ററിൽ കൂടി പരമാവധി പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ സമ്മതിച്ചതാണ്. അല്ല ഇതിന് ഇത്ര ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രദർശിപ്പിച്ചു കൊടുക്കാമെന്നോ MG കൊടുക്കാമെന്നോ ഇല്ലെങ്കിൽ വേറെ ഫ്രീ റൺ കൊടുക്കാമെന്നോ ഒന്നും ഒരു എഗ്രിമെന്റും ഇത് ചെയ്തിട്ടില്ല. 5 സിനിമകളാണ് മലയാളത്തിലെ മെഗാ സ്റ്റാറിന്റെ OTT-യിലേക്ക് പോകാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ ബാധിക്കും? പ്ലീസ് നമ്മൾ ഈ ഒരു രീതിയിൽ എന്നെ പ്രകോപിപ്പിക്കണം. ഒന്നേ എനിക്ക് പറയാൻ പറ്റൂ. കാര്യം 5 അല്ല 50 സിനിമകൾ പോയാലും സിനിമ തിയേറ്ററിലൂടെ നിലനിൽക്കും. നമുക്കറിയാം, നമ്മൾ ഒരു നടനെയോ ഒരു സംവിധായകനെയോ ഇല്ലെങ്കിൽ വേറെ ഒന്നിനെയോ ഡിപ്പെൻഡ് ചെയ്ത് സിനിമയോ സിനിമാ തിയേറ്ററുകളോ മുന്നോട്ട് പോകുന്നില്ല. അത് ചരിത്രം നമ്മളോട് പറഞ്ഞതാണ്. സിനിമാ തിയേറ്റർ ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകും. ആരുണ്ടായാലും ആരില്ലേലും ആരുടെ സിനിമ വന്നാലും ആരുടെ സിനിമ വന്നില്ലേലും അത് സംശയമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കല്ല ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇവിടെ കേരള പോലീസ് ഇല്ലെങ്കിൽ ലോകം ഒന്നാകെ പിടികൂടാൻ കാത്തിരുന്ന ഈ സുകുമാര കുറുപ്പിനെയാണ് 12-ാം തീയതി ബിഗ് സ്ക്രീനിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. കുറുപ്പിനായിട്ട് എന്താണ് തിയേറ്റർ അസോസിയേഷൻ കരുതി ചെയ്യുന്നത്? അതായത് ഇപ്പം വലിയൊരു ബിഗ് ബഡ്ജറ്റിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ കുറുപ്പ് യഥാർത്ഥത്തിൽ നിങ്ങൾക്കായിട്ട് തിയേറ്ററിലേക്ക് തന്നു. അപ്പോഴേക്കും സ്പെഷ്യൽ ഷോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? സ്പെഷ്യൽ ഷോ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറുപ്പിനുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഞങ്ങൾ കരുതി വെച്ചിരിക്കുന്നത് സർവേശ്വരനോടുള്ള പ്രാർത്ഥന. ഈ ചിത്രത്തിന്റെ വിജയം ഞങ്ങളെ മാത്രമല്ല ഈ ഇൻഡസ്ട്രി മൊത്തം പുനരുജ്ജീവിപ്പിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ പ്രാർത്ഥനയാണ് ഈ ചിത്രത്തിന്റെ മുന്നിലുള്ളത്. ഏകദേശം 10,000-ൽ ചില്ലുവാനും കുടുംബങ്ങളുടെ പ്രാർത്ഥന, പട്ടിണി കിടക്കുന്ന കുടുംബത്തിന്റെ പ്രാർത്ഥന, കുടുംബങ്ങളുടെ പ്രാർത്ഥന അത് ഈ ചിത്രത്തിന്റെ പിന്നിലുണ്ട്. അത് ഒരു ദൈവാനുഗ്രഹം പോലെ ഈ ചിത്രത്തിന്റെ മേൽ ചൊരിയും എന്നുള്ളതിന് ഒരു സംശയമുണ്ട്. ദുൽഖർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ചില സാഹചര്യത്തിൽ OTT-യിലേക്ക് സിനിമ പോകേണ്ട സാഹചര്യം ഉണ്ടാവുന്ന ദുൽഖർ പറഞ്ഞത്. ദുൽഖർ എന്തായാലും തിയേറ്ററിൽ തരാണ്. എന്തെങ്കിലും ദുൽഖർ ഇതുപോലെ OTT-യിൽ കൊടുത്താൽ ദുൽഖറിന്റെ ബഹിഷ്കരണം ഉണ്ടാവും. ഈ ബഹിഷ്കരണം എന്നുള്ളത് ഞങ്ങളുടെ ശൈലിയല്ല. ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതല്ല, ബഹിഷ്കരണം എന്നുള്ളത് ഞങ്ങളുടെ ശൈലിയല്ല.
കാര്യം നിങ്ങൾക്ക് ഒന്നും മനസ്സിലാക്കാൻ ഞാൻ പല അഭിമുഖങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 3.5 വർഷം ഞാൻ കേരള ഫിലിം ചേംബറിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഈ 3.5 വർഷമാണ് ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ സമാധാനത്തിൽ പോയ ഒരു 3.5 വർഷം. ആരെയും ബഹിഷ്കരിക്കുക, ആരെയും ഉപരോധിക്കുക, ഇതൊന്നും എന്റെ ശൈലിയല്ല. എക്സ്പീരിയൻസ് ഏതായിരിക്കും ഇപ്പോഴത്തെ സാറ് പോയി. ഒരു കാര്യം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ മറന്നുപോയത്, സിനിമകൾ തിയേറ്ററിൽ ആണ് കളിക്കേണ്ടത്, അല്ലെങ്കിൽ തിയേറ്ററിന് വേണ്ടിയിട്ടാണ് സിനിമകൾ ഉണ്ടായിട്ടുള്ളത്. സിനിമകൾ തിയേറ്ററിലാണ് ആദ്യം വരേണ്ടത്, അതിനുശേഷം TV ഉണ്ടായിട്ടുള്ളത്. തിയേറ്റേഴ്സ് അല്ല ആദ്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സിനിമകൾ എപ്പോഴും തിയേറ്ററിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും. ഇപ്പോൾ സ്കൂൾസ് എല്ലാം ക്ലോസ് ചെയ്തു, എല്ലാവരും ഓൺലൈനിലല്ലേ ക്ലാസ്സസ് എടുത്തിരുന്നത് അല്ലേ? അത് ഒരു പരിപാടിയാണ് OTT. ആ സമയത്ത് തിയേറ്റേഴ്സ് ഒന്നും ഓപ്പൺ അല്ല. അപ്പോൾ എങ്ങനെയാണോ ജനങ്ങളുടെ മുന്നിലേക്ക് സിനിമ എത്തിക്കുന്നത് ആ വഴി എത്തിക്കുന്നു എന്നുള്ളൂ. മനസ്സിലായ? എല്ലാം ഹോട്ടൽസ് ആണെങ്കിലും അങ്ങനെയല്ല നടത്തിയിരുന്നത്. ഡൈനിങ്സ് ഉണ്ടായിരുന്നില്ല അല്ലേ? സ്കൂൾസും ക്ലാസ്സസും എല്ലാം അങ്ങനെയല്ല നടക്കുന്നത്. എല്ലാ ക്ലാസ്സും, ഡാൻസ് ക്ലാസ്സും പാട്ട് ക്ലാസ്സും എല്ലാ സ്പോർട്സും സ്വിമ്മിങ് നടന്നു തോന്നുന്നു എനിക്ക് ഓൺലൈനിൽ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ സിനിമ ഉണ്ടാക്കുന്നത് തിയേറ്ററിൽ കളിക്കാനാണ്. എല്ലാവരും കൂടിയിരുന്ന് അത്രയും ബിഗ് ആയിട്ടുള്ള സ്പേസിൽ, അത്രയും ബിഗ് സ്ക്രീനില്, അത്രയും സൗണ്ടില്, അത്രയും ക്വാളിറ്റിയില് കാണുന്ന ഒരു കലയാണ് സിനിമ. അതിൽ പിന്നെ സംശയമൊന്നും വേണ്ട. സിനിമ ഉണ്ടാക്കുന്നത് തിയേറ്ററിൽ കളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിൽ തന്നെ ഇറക്കുള്ളൂ. ഞങ്ങൾക്ക് പല സമയത്തും ടെൻഷൻ ഉണ്ടായിരുന്നു, അയ്യോ ഇത് OTT-യിൽ കാണേണ്ടി വരുമോ, ചെറിയ സ്ക്രീനിൽ കാണേണ്ടി വരുമോ. ഒരു പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ എന്താ, ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നു. അല്ലെങ്കിൽ നമുക്ക് ചാനലിൽ സിനിമ കണ്ടാൽ മതിയില്ല, പഴയ സിനിമ കണ്ടാൽ മതിയില്ല. പുതിയ സിനിമ എല്ലാവരും കൂട്ടത്തിൽ ഒരു വലിയ സ്പേസിൽ വലുതായി കാണാൻ പറ്റുന്നു. അതാണ് സിനിമ എന്ന കലാരൂപം. അതൊന്നും പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും സിനിമ ചെയ്യുന്നത് തിയേറ്ററിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ആ രീതിയിൽ ചെയ്യുന്നത്. കാരണം ഈ സിനിമ മുന്നോട്ട് പോകണ്ടേ, മനസ്സിലായ? ഈ ഇൻഡസ്ട്രി മുന്നോട്ട് പോകണ്ടേ. കാരണം ഇവിടെ കോവിഡ് വന്നാലും എന്തു വന്നാലും ഏറ്റവും ആദ്യം നിർത്തുന്നത് സിനിമാ നിർമ്മാണവും അല്ലെങ്കിൽ സിനിമാ തിയേറ്ററുമാണ് അല്ലേ? അതൊരു വലിയ ഇൻഡസ്ട്രിയാണ് അവിടുത്തെ അല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് സിനിമ ഇപ്പോൾ എന്റർടൈൻമെന്റ് ആയി നിൽക്കുന്നത്? അതൊരു ഇൻഡസ്ട്രിയാണ്. അതുവഴി ഒരുപാട് പേര് നടക്കുന്നുണ്ട്, സർക്കാരിന് ഒരുപാട് ടാക്സ് കിട്ടുന്നുണ്ട് ഇല്ലേ? അപ്പോ കോവിഡ് കൂടി കഴിഞ്ഞാൽ അപ്പോ ഷൂട്ടിംഗ് നിർത്തുക, എല്ലാവരും വീട്ടിൽ കയറാം. പലരും അങ്ങനെ മനസ്സിലാകുന്നൊന്നുമില്ല. ഓരോ സാഹചര്യം നിങ്ങൾക്ക് പറഞ്ഞല്ലോ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്, അതിന്റെ പലിശ, അത് മാസം മാസം റിട്ടേൺസ് വേണം, അത് തിരിച്ചടയ്ക്കണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളില്ലേ? നിങ്ങൾക്കും അറിയാവുന്നതല്ലേ ഈ കാലങ്ങളിൽ ലോൺ എടുത്തത് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ സിനിമകൾ ഉണ്ടാവുന്നത്. മരക്കാർ സിനിമ OTT പോലുള്ള വ്യക്തിപരമായിട്ട് താങ്കളുടെ അഭിപ്രായം? മരക്കാർ സിനിമ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഈ ഉള്ള നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഈ വലിയ ബഡ്ജറ്റ് ഏത് സിനിമകളാണ്, ഞങ്ങൾ അതിനെ പേരെടുക്കുന്നില്ല, ഞങ്ങൾ ഉൾപ്പെടെ അതിന്റെ ഈ പടങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ കൺസീവ് ചെയ്തത് കോവിഡിന് മുന്നെയാണ്, ഷൂട്ട് ചെയ്തതും കോവിഡിന് മുന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാവരും പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ കംപ്ലീറ്റ് ചെയ്തത് കോവിഡിന് മുന്നെയാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇത് ഡയറക്റ്റ് OTT കൊടുത്താലോ തിയേറ്റേഴ്സ് മാത്രം റിലീസ് ചെയ്താലോ ഇത് എങ്ങനെ നമ്മൾ ഈ ഡീൽ ചെയ്താലും എല്ലാവർക്കും റിസ്ക് ഉണ്ട്. ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ആ റിസ്ക് ഉണ്ട്. നമ്മളെല്ലാവരും ആ റിസ്ക് എടുത്തേ പറ്റും. എല്ലാവർക്കും മിക്ക നഷ്ടങ്ങളുണ്ടാവും. എന്നാലും ഐഡിയലി തിയേറ്ററിലാണ് നമ്മളെല്ലാവരെയും ആഗ്രഹം. അങ്ങനെ മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. പക്ഷേ അവരുടെ തീരുമാനങ്ങൾക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാവും. എല്ലാം അവരുടെ ബെസ്റ്റ് ഓപ്ഷൻസ് എടുക്കുള്ളൂ. നമുക്കിത് പറയാൻ ചർച്ച ചെയ്യാൻ സുഖമാണ്. ഇതിന് മുന്നിലുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ എഫേർട്ടും ഇതിന്റെ കോസ്റ്റും എക്സ്പെൻസും ഒക്കെ ഓരോ പടങ്ങളുടെ ടീംസ് മാത്രമേ അറിയാവൂ. റിസ്ക് എടുക്കണമെന്ന് പറയുമ്പോൾ ഒരു നിർമ്മാതാവ് ഇത്രയും കോടി രൂപ മുടക്കുന്നു. ഇപ്പൊ നിങ്ങളാണ് ഇത്രയും കോടി രൂപയ്ക്ക് സിനിമ എടുക്കുന്നത്, തിയേറ്ററുകാരും അത് പ്രദർശിപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ റിസ്ക് നിർമ്മാതാവായിട്ട് തിയേറ്ററുകാർ ഇത്ര സ്ക്രീനുകൾ നൽകാം, നിങ്ങൾക്ക് ഇത്ര സ്ക്രീനുകൾ നൽകാം ഈ സിനിമയ്ക്കും പറയുന്നുണ്ട്, മരക്കാർ സിനിമയ്ക്കും പറയുന്നുണ്ട്. ആ റിസ്ക് ഏറ്റെടുക്കാൻ ആ നിർമ്മാതാവ് ഒന്ന് തയ്യാറാകണ്ടേ? നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളിപ്പോ ഒരു നിർമ്മാതാവ് കമ്പനിയിലുള്ളതല്ലേ, ഈ പറഞ്ഞു വന്നോണ്ടാണ് ചോദിച്ചത്. അല്ലെങ്കിൽ ഞങ്ങളെ കുറിച്ച് പറയാം, ഞങ്ങൾ നല്ല റിസ്ക് എടുത്തു, റിസ്ക് എന്തായാലും ഉണ്ട്. നിങ്ങളെല്ലാവരും പടം കാണുക. ഹോപ്പ്ഫുള്ളി ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ റിസ്ക്കും പേ ഓഫ് ചെയ്യും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ
ഏപ്രിലല്ലേ, കഴിഞ്ഞതിന് മുന്നത്തെ ഏപ്രിലല്ലേ മരക്കാർ റിലീസ് ചെയ്യാൻ വരുന്നത്. അതും അന്ന് റിലീസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഏപ്രിലിനും റിലീസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോ ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയിത്തീരുന്നു നമുക്ക് ആർക്കും ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിന് സംഭവിച്ചതല്ലേ. അപ്പൊ എത്ര കാലം വെച്ചിട്ടാണ് ഇവരൊക്കെ വെയിറ്റ് ചെയ്യുന്നത്? മനസ്സിലായ? ഇതിന് വലിയ പണം തന്നെയല്ലേ ചെലവാക്കുന്നത്. അപ്പൊ അത്രയാ അങ്ങനെ കണ്ടാൽ മതി. തന്നെ വ്യക്തിപരമായിട്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് തിയേറ്ററിൽ വന്നാലും നമ്മൾ കാണും, OTT വന്നാലും നമ്മൾ കാണും. തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സന്തോഷം ഉണ്ടാവും. മനസ്സിലായ? അത്രയും ബിഗ് ആയിട്ടുള്ള സിനിമകൾ ബിഗ് ആയിട്ട് തന്നെ കാണണ്ടേ. സെക്കൻഡ് ഷോയ്ക്ക് ശേഷം ശ്രീനാഥ് ആദ്യത്തിൽ സംവിധാനം ചെയ്യുന്ന ഈ കുറുപ്പ് എന്ന് പറഞ്ഞ ചിത്രം DQ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ലെവലിലേക്ക് വന്നത്, പിന്നെ ഇത്രയും ഭാഷയിലേക്ക് വന്നത്, ഇത് DQ തന്നെ അങ്ങോട്ട് പറഞ്ഞാണോ ശ്രീനാഥ് ഞാനിത് പ്രൊഡ്യൂസ് ചെയ്തോളാം എന്നുള്ളത്, അല്ലെങ്കിൽ ശ്രീനാഥ് അപ്രോച്ച് ചെയ്യുകയാണോ? എന്താണ് ഇത് ഇത്രയും ലാംഗ്വേജസിൽ വരണമെന്ന് ഒരു തോന്നലും കൂടി ടീമിനുണ്ടായത്? ഞങ്ങൾ ആദ്യം ഇതിന്റെ ഒരു ഫൈനൽ ഒരു സ്ക്രീൻ പ്ലേ ലെവലിലേക്ക് എത്തുമ്പോഴാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ എന്തായാലും പ്രൊഡക്ഷൻ തുടങ്ങാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. നമ്മൾ വരനെയൊക്കെ തുടങ്ങി, മണിയുള്ള ഷോയും തുടങ്ങി. അപ്പോൾ എന്തായാലും നമുക്ക് തന്നെ ചെയ്യാം. പിന്നെ എനിക്ക് അന്വേഷണ സപ്പോർട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഇത്രയും ഭാഷകൾ ചെയ്യുന്ന ഒരു നാഷണൽ ലെവലിലുള്ള ഒരു കഥയും എല്ലാവർക്കും, എല്ലാ ഇന്ത്യൻസിനും ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു കഥയായിട്ട് തോന്നുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഇത്രയും ലാംഗ്വേജസിലും ചെയ്യാമെന്നും അങ്ങനത്തെ തീരുമാനത്തിലെത്തി. പിന്നെ ദുൽഖറിന് ഈ ഭാഷകളിലൊക്കെ റീച്ചുണ്ട്. അത് കാരണം നമ്മൾ ഇത്രയും ഭാഷകളിൽ ചെയ്യാമെന്ന് എന്നാണ് നല്ലത്. അപ്പം ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് 2012 സെക്കൻഡ് ഷോ കഴിയുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ദുൽഖറിന്റെ അടുത്ത് പറഞ്ഞൊരു സബ്ജക്റ്റാണ് കുറിപ്പിനെ കുറിച്ചിട്ട്. അപ്പൊ അന്ന് ഞങ്ങൾ ഈ സിനിമയെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു സിനിമയാണ്, ഒരു ഡ്രീമുമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പം അന്ന് ഞങ്ങൾ ചെയ്ത പകുതി പടം എന്ന് പറയുന്നത് കൊച്ചു പടമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത്രയും വലിയൊരു പടം എന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രമായിട്ട് നിലനിൽക്കുകയായിരുന്നു. അപ്പം അതിനുശേഷം ദുൽഖർ എന്ന് പറയുന്ന ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ കാരണം. കാരണം അദ്ദേഹം ഈ പറഞ്ഞ അക്രോസ് ഇൻഡസ്ട്രീസിൽ പോയി കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് പുള്ളിയുടെ ഒരു മാർക്കറ്റും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഒറ്റ റീസൺ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ട് ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ എന്തുകൊണ്ട് ദുൽഖർ ഇത് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതിന് ഞാൻ കാണുന്ന പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ കൺസീവ് ചെയ്തൊരു സാധനമാണ്. അപ്പം ഞങ്ങളെ അത്രയും അറിയുന്ന വേറെ ആൾക്കാരും ഇത് പല ജോഗ്രാഫിക്കൽ ലൊക്കേഷൻസിലും ഒരുപാട് ദിവസങ്ങളൊക്കെ എടുത്തിട്ട് ബിഗ് സ്ക്രീനിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പം അതിനെ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഞങ്ങളെ പോലെ തന്നെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സിനിമ ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ ശ്രീധി ഈ 84 നടന്നൊരു കഥ ഒരു ട്രാക്ക് മേക്കിങ്ങിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ആ കാലഘട്ടത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ ഷൂട്ട് ചെയ്യുന്നത്? അതെങ്ങനെയാണ് ഇതിന്റെ പെർസ്പെക്റ്റീവ് എങ്ങനെ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് 84 ആ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ചുറ്റുപാടുകളിൽ വെൽ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിന് ഒരുപാട് റിസർച്ചിന്റെ ആവശ്യമുണ്ട്. റീക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിസൈനർ ബംഗ്ലാനും, കോസ്റ്റ്യൂം ഡിസൈനർ പ്രവീൺ വർമ്മ, ഇങ്ങനെ ഒരുപാട് ടെക്നീഷ്യൻസ് ഇതിന്റെ സപ്പോർട്ടായിട്ട് കൊണ്ടുവരുന്നു. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ഞാൻ പഠിക്കണം. ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്കറിയാൻ പറ്റൂ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര പറഞ്ഞിട്ടൊരു ടൈമും സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് എടുക്കേണ്ടി വന്നിട്ടുള്ളത്. നേരത്തെ ചോദിച്ചതും എക്സ്പീരിയൻസും ഇതിലെ ക്യാരക്ടർ ഭാസ്കര പിള്ള എന്നുള്ള ക്യാരക്ടറാണ്. ഇതിന്റെ ഈ കാലഘട്ടവും അതിന്റെ ആംബിയൻസും ഒക്കെ ഇവർ കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്തു തന്നു. അതാണ് ഇതിൽ ഈ ക്യാരക്ടേഴ്സൊക്കെ ഇത് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ആ ഒരു കാലഘട്ടം നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളവിടെ വന്ന് നിൽക്കുമ്പോൾ ആ ക്യാരക്ടറിന് ഒരു ഡിഫറൻറ്റ് ഉണ്ടാവും. ആ കോസ്റ്റ്യൂംസ്, ആ സെറ്റിങ്സ്, ഇതൊക്കെയാണ് ഒരു ആക്ടറിനെ കൂടുതൽ സഹായിക്കുന്നത് ഒരു ക്യാരക്ടറായി മാറാൻ. അത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ആ ഡയറക്ടറുടെ സൈഡിൽ നിന്നാണെങ്കിലും കോസ്റ്റ്യൂമറുടെ സൈഡിൽ നിന്നാണെങ്കിലും ഇതെല്ലാം നോക്കി നടത്തുന്ന നിമിഷും ശ്രീനാഥും ഞങ്ങൾക്ക് ഇത്രയും അങ്ങനൊരു ആംബിയൻസ് ആണ്. 84ന്റെ ആംബിയൻസ്, ഞങ്ങളുടെ കയ്യിലുള്ള തീപ്പെട്ടി, സിഗരറ്റ്, ഞങ്ങൾ ഓടിക്കുന്ന വണ്ടി, ഞങ്ങൾ കുടിക്കുന്ന കല്ല്, മനസ്സിലായോ? ഇതെല്ലാം ഞങ്ങൾ ആ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയിരുന്നു കറക്റ്റായി. എനിക്ക് ഭയങ്കര ആകർഷണമായത് ഷൈൻചേട്ടൻ്റെ ആ തീപ്പെട്ടി വെച്ചുള്ള സ്മോക്കിങ്, അതൊരു എൻ്റെ അപ്പൂപ്പൻ അവരൊക്കെ ചെയ്യുന്നത് പോലെ തോന്നും. അപ്പോൾ അതിൻ്റെ ഒരു ഒബ്സർവേഷൻ ഷൈൻചേട്ടൻ്റെ ആയിരുന്നു അതോ ഡയറക്ടറിൻ്റെ ഒബ്സർവേഷൻ ആയിരുന്നു? ഞാൻ 83 ഇഞ്ചുകളാണ്. അപ്പൊ ഞാൻ അന്ന് എന്റെ കുട്ടിക്കാലത്ത് കൊച്ചുങ്ങളെ മടിയിൽ വെച്ചിട്ട് അച്ഛന്മാര് സിഗരറ്റ് വലിക്കും, തിയേറ്ററിൽ സിഗരറ്റ് വലിക്കും,
കല്യാണത്തിന് ഭക്ഷണം കഴിച്ചാൽ എല്ലാവർക്കും സിഗരറ്റ് കൊടുക്കും. പെട്ടെന്നാണ് സിഗരറ്റ് ഭയങ്കര വിരോധമായി പോയത് എല്ലാവരും. അതായത് ആ കാലഘട്ടത്തിൽ ഇഷ്ടം പോലെ വലിച്ചു തള്ളിയവര് പിന്നീട് ഇതൊക്കെ നിരോധിച്ചു. മനസ്സിലായ? അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ കാണുന്നത് സിഗരറ്റ് വലിക്കുന്നത് തന്നെയാണ് മെയിനായിട്ട്. അപ്പനായാലും അപ്പൂപ്പനാണെങ്കിലും വലിയപ്പനാണെങ്കിലും എല്ലാവരും വീട്ടിലിരുന്ന് കൊച്ചുങ്ങളെ മടിയിൽ വെച്ച് തുളത്തിയിരുത്തിട്ടൊക്കെ സിഗരറ്റ് വലിക്കുന്നു. അപ്പൊ അതിന് അത് പിടിയായിരുന്നു ആദ്യം. അത് ശൈലിക ക്യാരക്ടർ വെറും ഒരു ടീച്ചറാണ്. നിങ്ങളുടെ പടം കാണുമ്പോഴത്തേക്കും ഇയാളാണെന്ന് തോന്നുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമാണ്. എനിക്ക് ആ ഫുൾ ഷൂട്ട് നമ്മളൊക്കെ കുറച്ചൊരു ഡിസ്റ്റൻസ് കീപ്പറാണ് ഷൈൻ എടുത്തത്. കാരണം ഷൈനകളെല്ലാം ഇത് ഇന്നൊരു വ്യക്തിയായിട്ട് തന്നെ തോന്നുന്നു. ശ്രീനാഥ് എനിക്ക് അത്രയും ഫ്രീഡം തോന്നിയിരുന്നു ആ ക്യാരക്ടറിന്. എന്തും ചെയ്യാം, അങ്ങനെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള. ഇപ്പൊ കുറുപ്പ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചില ക്യാരക്ടേഴ്സിന് അങ്ങനെയുള്ള ഫ്രീഡം കിട്ടുള്ളൂ. അതാണ് ആ ക്യാരക്ടറിന്റെ പ്രത്യേകത. അത്രേ ഉള്ളൂ. ഒരു സാധനം എനിക്ക് ആഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് ആക്ടേഴ്സ് ഉണ്ട്. അതായത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജീവിക്കുന്ന ആക്ടേഴ്സും മറ്റത് അഭിനയിക്കുന്നതും. ഫസ്റ്റ് പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് ശ്രീധരൻ ചേട്ടൻ. ഈ യൂത്ത് ഐക്കനായിട്ട് ദുൽഖറിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡ് സെറ്റർ സൃഷ്ടിക്കുന്ന മമ്മൂക്കയാണ്. ഇപ്പൊ ലാസ്റ്റ് മമ്മൂക്കയുടെ ആ ബ്ലോക്ക് പ്രിന്റിംഗ് ഷർട്ട് തന്നെ ഇവിടെ ഒരു ട്രെൻഡ് സെക്ടർ ആയി, അതൊരു ഡ്രസ് പാറ്റേൺ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ രണ്ടും കൂടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരത്തെ തന്നെ മമ്മൂക്കയുടെ ഡ്രസ് പാറ്റേൺ അത് പിടിച്ചിരിക്കാൻ പാടുപെടുന്നു. ഞാൻ മിക്കപ്പോഴും കുറച്ച് ഗ്യാപ്പൊക്കെ പിന്നീടൊക്കെ ആയിരിക്കും വിടുന്നത്. എന്നൊരു വേറായിട്ട് കണ്ടാല് എന്താ പറയാ, അല്ലെങ്കിൽ ഞാനുമായിട്ട് എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിൽ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അത് അങ്ങോട്ട് നമ്മൾ പോയിട്ട് കാര്യമില്ല. അത് വേറെ ലെവലാണ്. ഞാൻ ട്രൈ ചെയ്തില്ല. നമുക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ഓക്കെ ഞാൻ മോളിൽ കാണാം, ഇറങ്ങിക്കോ, ഞാൻ പിന്നെ വരാം. ഇത് പിന്നെ എല്ലാവരുടെയും മാക്സിമം സഹായ സഹകരണം ഉണ്ടാവണം. ഈ ചിത്രം ഒരു വൻ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തിയേറ്ററുകാരുടേത് മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കടമയായി വിചാരിച്ച് തിയേറ്ററിൽ നിയർലി 300 സ്ക്രീൻസ് വന്നിട്ടുണ്ട്. 450 സ്ക്രീൻസ് വന്നിട്ടുണ്ട്. 450 സ്ക്രീൻസ് വന്നിട്ടുണ്ട്. ഇതെല്ലാം മിനിമം 2 വീക്സ് റൺ ചെയ്യും. ഇതൊന്നും അവർ ആവശ്യപ്പെടാതെ ഞങ്ങൾ കൊടുത്ത പ്രൊമോഷൻസ് ആണ്, ഞങ്ങൾ കൊടുത്ത രീതികളാണ്. 2 ആഴ്ച തീർച്ചയായിട്ടും സ്ക്രീൻ ചെയ്യും. 450 സ്ക്രീൻ വന്നിട്ടുണ്ട്. ഒരു വൻ ആഘോഷമായിട്ട് തന്നെ എല്ലാ തിയേറ്ററുകളും ഈ ചിത്രത്തെ സ്വീകരിക്കും. അതുപോലെ തന്നെ ദൈവാനുഗ്രഹത്താൽ ഒരു വൻ വിജയമാകും ഈ ചിത്രം എന്ന പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ചെയ്യാം. താങ്ക് യു. ഒരു കാര്യം, 450 സ്ക്രീൻ എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പുള്ള ഒരു വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ചില മൾട്ടിപ്ലക്സുകൾ പണം തരാത്തതുകൊണ്ട് നമ്മൾ സിനിമ കളിക്കലാന്ന് ഡിസ്ട്രിബ്യൂട്ടർമാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗ്രൂപ്പുകളുടെ പേര് താങ്കൾക്കും അറിയാം, നമുക്കും അറിയാം. പക്ഷെ ആ ഗ്രൂപ്പുകളിലേക്കും ഇപ്പോൾ ഈ സിനിമ കൊടുത്തിട്ടുണ്ടോ? അല്ല, എല്ലാം അതെല്ലാം അവരിലുള്ള പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചിട്ടുണ്ട്. ആ സിനിമ കൊടുത്തിട്ടുണ്ട്, എല്ലാ ഗ്രൂപ്പിലെയും കൊടുത്തിട്ട് ആ വിഷയം പരിഹരിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു വിഷയം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ഓക്കെ, ഓക്കെ, ബൈ, താങ്ക് യു.